ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഉടമയും വ്യവസായിയുമായ ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ചിട്ട് പിടികൂടി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രത. മലയാളി നടിമാരുടെ പീഡന പരാതിയിൽ വമ്പൻ സിനിമാ താരങ്ങൾക്കെതിരെ പോലീസും സർക്കാരും കാണിച്ചിട്ടില്ലെന്ന ആരോപണം ശക്തമായി. എന്നാൽ അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് തന്നെ സിനിമാ ചർച്ചയ്ക്കായി സർക്കാരിന്റെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന സിനിമാ നടിയുടെ പരാതിയിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതി വരെ പോവാൻ സർക്കാരും പോലീസും സമയം അനുവദിച്ചു. അതേസമയം ബോബിയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബോബിക്ക് കോടതി ജാമ്യം നിഷേധിച്ചത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സിദ്ദിഖ് കോടതിയെ അറിയിച്ചിരുന്നു. പിന്നീട് അന്വേഷണവുമായി നടൻ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലപാടെടുത്തിരുന്നു. എന്നിട്ടും കോടതിയിലും സർക്കാർ അയഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം നടപ്പാക്കി കിട്ടുന്നതിനാണ് വിചാരണ കോടതിയിൽ സിദ്ദിഖ് ഹാജരായത്. കേസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം. അതിജീവിതയെയോ അവരുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ബന്ധപ്പെടാൻ പാടില്ല. തെളിവ് നശിപ്പിക്കരുത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെയോ കേസ് നടപടികളെയോ പരിഹസിക്കുന്ന പോസ്റ്റ് ഇടരുത്. സമാന കുറ്റകൃത്യം ചെയ്യരുത്. അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം എന്നീ ഉപാധികളോടെ വിചാരണ കോടതിയും സിദ്ദിഖിന് ജാമ്യം നൽകി. സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി സ്വമേധയാ കേസുകളെടുക്കാനുള്ള നടപടിയും ഇഴയുകയാണ്. റിപ്പോർട്ടിലുള്ള പോസ്കോ കുറ്റകൃത്യങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുക്കാനൊരുങ്ങിയെങ്കിലും കാര്യമായി മുന്നോട്ടു പോയില്ല. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന മൊഴിയിൽ ലോക്കൽ സ്റ്റേഷനുകളിൽ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനായിരുന്നു നീക്കം. ഇത്തരം വിവരങ്ങൾ ലഭിച്ചാൽ പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. റിപ്പോർട്ടിലെ 20ഓളം ലൈംഗിക അതിക്രമ മൊഴികൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. എന്നിട്ടും അതിലും കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ല. പ്രമുഖ നടന്മാർക്കെതിരെ അടക്കം നടിമാരുടെ വെളിപ്പെടുത്തലിൽ 23 കേസുകൾ എടുത്തെങ്കിലും കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് വെളിപ്പെടുത്താതെ ഒരാൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് നടി രംഗത്തു വന്നത്. കൊച്ചി പോലീസ് ബുധനാഴ്ച രാവിലെ 7:30യോടെ മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്നുമാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിലെ പുതിയ ജ്വല്ലറി ഉദ്ഘാടനത്തിനായി പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ബോബി. കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് അറിയിച്ച് പോലീസ് സ്വകാര്യ വാഹനത്തിൽ ബോബിയെ പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ എത്തിച്ചു. പിന്നീട് പോലീസ് ജീപ്പിൽ കൊച്ചിയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. സോഷ്യൽ മീഡിയയിലെ കുറിപ്പിന് താഴെ സൈബർ ആക്രമണമാണ് നടി നേരിട്ടത്. പിറ്റേന്ന് തുടർന്ന് കമന്റുകളും സ്ക്രീൻഷോട്ടുകളും സഹിതം ഇവർ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി. 30 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും കുമ്പളങ്ങി സ്വദേശിയായ 60കാരനെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ബോബിയെ കൂടി അറസ്റ്റ് ചെയ്തത്. അതേസമയം സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ബോബിയുടെ അറസ്റ്റ് എന്നും ആക്ഷേപമുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതീവ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട നടന്മാർക്ക് സർക്കാരും പോലീസും നൽകിയ പ്രിവിലേജുകളൊന്നും കേരളത്തിൽ കോടികളുടെ വ്യവസായ നിക്ഷേപങ്ങൾ കൊണ്ടുവരികയും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്ന ഒരു വ്യവസായിയുടെ കാര്യത്തിൽ ഉണ്ടായില്ലെന്നതാണ് കൗതുകകരം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിനു പകരം അത് ചിലരുടെ മാത്രം പിന്നാലെ പോകുന്നു എന്നതാണ് പ്രതിഷേധാർഹമെന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ നടന്മാർക്കൊക്കെ കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണാവോ? ഒരു തെറ്റും ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് സിനിമാ നടന്മാർക്കും ബാധകമാണ്. ആ നടികളുടെ ആവലാതികൾക്കും വിലയുണ്ടാകണം. മലയാളം പൾസ്. എന്തെങ്കിലും പറയാനുണ്ടോ?